ഒരു ഓൺലൈൻ സ്റ്റോർ അതോ ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങുന്നതിന് പ്രധാനമായിട്ടും 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ Amazon.com, Flipkart.com ഒക്കെ പോലെയാണ് നമ്മുടെ ബിസിനസിന്റെ ഡൊമൈൻ വരുന്നത്. രണ്ടെന്ന് പറയുന്നത് സെർവറാണ് അഥവാ ഹോസ്റ്റിംഗ് എന്ന് പറയും. നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് നമുക്കൊരു സെർവറിൽ വേണം എന്ത് ചെയ്യാൻ, ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്നാൽ മാത്രമാണ് നമ്മുടെ വെബ്സൈറ്റ് വർക്ക് ആവുള്ളൂ. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റ് ഒരു സെർവറിലേക്ക് ഹോസ്റ്റ് ചെയ്യുമ്പോഴാണ് വെബ്സൈറ്റ് വർക്ക് ആവുന്നത്. മൂന്നെന്ന് പറയുന്നത് തീമാണ്. നമ്മൾക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ നമുക്ക് തീം ഫോറസ്റ്റ് പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മുടെ ഇ കോമേഴ്സിന് വേണ്ട തീം ഡൗൺലോഡ് ചെയ്ത് കോൺഫിഗർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഷോപ്പിഫൈ പോലെയുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലാണെങ്കിൽ നമുക്ക് സെർവറിന്റെ ആവശ്യമില്ല, പകരം മന്ത്ലി ഒരു റെക്കറിംഗ് ഫീ കൊടുത്താൽ മതി. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നതാണ് ഈ ഡെവലപ്പ് ചെയ്ത ഇ കോമേഴ്സ് വെബ്സൈറ്റിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ അതുപോലെ ഗൂഗിൾ ആഡ്സിലൊക്കെ പ്രോപ്പറായിട്ട് എങ്ങനെ